എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കെ ഫാമിലിയെ കുറിച്ചാണ്. ഈ കെ ഫാമിലിയുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങള് സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നിപ്പം ഓമിയുടെ ബർത്ത്ഡേ ബ്ലോഗ് വന്നതിൻ്റെ അകത്ത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് വിട്ടാൽ ഒന്നും കാണാനില്ല. അവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ നമ്മളൊരു സ്കാനിങ് മെഷീൻ ഓണാക്കി വെച്ചിട്ട് നോക്കിയാൽ കാണും. ഞാൻ ആദ്യം അത് കണ്ടുപോയതാണ്, ദിയയുടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടുപോയി കഴിഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പൊ അതിൻ്റെ അകത്തൊന്നും എന്താണ് മീനമ്മയോ അല്ലെ അവരുടെ ആരുമില്ല. അതൊന്നും ഞാൻ ആദ്യം ശ്രദ്ധിച്ചാല അശ്വിന്റെ വീട്ടുകാരുമില്ല. ഇനി ഇവർ അശ്വിന്റെ വീട്ടുകാരുമായിട്ട് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുന്നുണ്ടോ, അവരുടെ വീട്ടിൽ പോയി എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഈ ഒരു ബർത്ത്ഡേ, ഈ കുട്ടികളുടെ ഒന്നാം ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം എല്ലാവരും ഒന്ന് ആഘോഷിക്കുന്ന കൂട്ടത്തില്. അപ്പം എല്ലാവരും കാണണ്ടാണ്. ആ കൂടെ അവരുടെ വീട്ടുകാരില്ല. അത് അറിഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കിയതാണ്, തെറ്റ് തന്നെയാണ്. അപ്പം സോഷ്യൽ മീഡിയ അല്ല പ്രേക്ഷകര് അത് കണ്ടെത്തി അവരില്ല എന്നുള്ളത്. രണ്ടാമത് നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ നിൽക്കുന്ന അപ്പച്ചിയെ അഹാന ഈ സൈഡിൽ നിന്ന് ആ സൈഡിലോട്ട് പറഞ്ഞു വിടുന്നു, ഒഴിവാക്കുന്ന ഒരു രീതി ഒന്ന് കാണും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇഷാനി, എന്താണോ ജനങ്ങൾ ഈ സ്കാനിങ് മെഷീൻ ഓണാക്കിയിട്ട് കണ്ട് ഇഷാനി ഇടയ്ക്ക് കയറുന്നു, അപ്പച്ചയെ ഒന്ന് നൈസായിട്ട് തള്ളി മാറ്റുന്നു. ഇങ്ങനെയൊക്കെ വീഡിയോകൾ വന്നിട്ടുണ്ട്. 3 കുറ്റങ്ങളാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ അപ്പച്ചയെ കയറി പട്ടിച്ചെന്നും ഒക്കെ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അഹാന അമ്മുവിനെ പോലെ ഒരു മോള് വേണോന്നൊക്കെ സിന്ധു കഴിഞ്ഞ ദിവസം പറഞ്ഞാലും പ്രേക്ഷകർക്ക് എന്തോ പ്രായമുള്ള ആളെ പറയുന്നത് തീരെ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇനി അതിന്റെ പുറത്ത് അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലി ചതയ്ക്കും, അല്ല അങ്ങനാണ് ഇങ്ങനാണ് ഇതൊക്കെ പറയാലൊക്കെ. ഇനി അമ്മൂമ്മ അങ്ങനത്തെ മൂശയുടെ സ്വഭാവമായിരിക്കും. പക്ഷേ അപ്പോഴും അഹാന പറഞ്ഞത് മലയാളികൾക്ക് ദഹിക്കില്ല. അത് നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. നമ്മൾ വല്യച്ഛനും വല്യമ്മ അമ്മൂമ്മ അപ്പൂപ്പൻ മൂശാട്ടകളൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും പേരക്കിടാങ്ങള് അവർക്കൊരു ബഹുമാനം കൊടുത്തേ പറ്റൂ, അങ്ങനെയാണ്. അപ്പൊ അത് ആർക്കും തന്നെ ഇപ്പൊ ന്യൂജൻ പിള്ളേരായ അവർക്ക് പോലും അത് ദഹിച്ചിട്ടില്ല കേട്ടോ, അത് പറയണം. നമ്മൾ പ്രായമുള്ളവർ മാത്രമല്ല അഹാനെ ആ പറഞ്ഞതിനെ വിമർശിക്കുന്ന ന്യൂജൻ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അഹാനെ അമ്മൂമ്മ കയറി പിച്ചെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ അഹാനയുടെ ഒക്കെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് വേറെ വോയിസുകളൊക്കെ വരുന്നുണ്ട്. പണ്ട് ഏതോ പെൺകുട്ടിയെ ബോഡി ഷേമിങ് നടത്തിയതും അതും ഇതൊക്കെ വരുന്നുണ്ട്. കമന്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതായാലും അപ്പച്ചി അവിടെ ഇരുന്നു, അഹാനയുടെ ബുദ്ധി കൊള്ളാം, സത്യം ഇവളെയൊക്കെ കല്ലെറിയണം. ഇപ്പൊ അഹാനയോട് ആൾക്കാർക്ക് ദേഷ്യമാണ്, അതിന്റെ കൂടെയാണ് അഹാന ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഫാമിലിയിലേക്ക് ഇപ്പം സ്കാനിങ് മെഷീൻ ഓണാക്കി വെച്ചിരിക്കുകയാണ് ജനങ്ങള്. എന്തെങ്കിലും ഉണ്ടെ കണ്ടുപിടിക്കുക. അപ്പൊ ഇവരാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ അല്ലേ ഈ അഹാന ഇപ്പം മനസ്സിലായില്ലേ ഇവരുടെ അമ്മൂമ്മ പറഞ്ഞതാണ് സത്യമെന്ന്. അശ്വിൻ ഫാമിലിയെ കൂടി വിളിക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് പേരൻസിനെങ്കിലും. ആ പറഞ്ഞ കമന്റ് ശരിയല്ലേ? എന്താണോ വിളിക്കാത്ത ഇവരൊക്കെ എന്താ ആർക്കറിയാം. ഈ വലിയ ആൾക്കാരായി കഴിയുമ്പത്തേന് സാമാന്യ മര്യാദ നഷ്ടപ്പെടുവോ, അല്ലെ അത് വേണ്ടേ? അങ്ങനെ നമുക്ക് തോന്നേ. നമുക്കൊക്കെ കൊച്ചിന്റെ ആദ്യത്തെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് ആഘോഷിക്കും, എല്ലാവരെയും വിളിക്കും, നാട്ടുകാരെയും വിളിക്കും. ഇനി ഇവരെന്തൊക്കെയാ ഇനി ഒരാഴ്ചത്തെ നീണ്ടു നിന്ന് പരിപാടി വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അത് കഴിയുമ്പോൾ അടുത്തായിട്ട് വലിയ ആൾക്കാരല്ലേ, അവരുടെ കാര്യമല്ലേ. ഇത് ദിയയുടെ ഫാമിലി കൊടുക്കുന്നതല്ലേ, ദിയ നടത്തുന്ന ഫംഗ്ഷൻ അല്ലല്ലോ. എന്തോ ആ കുട്ടിയുടെ അച്ഛൻ അശ്വിനല്ലേ, അപ്പോൾ അവന്റെ ഫാമിലിയെ വിളിക്കണ്ടേ? അപ്പോൾ അശ്വിന്റെ വീട്ടുകാർക്ക് ഒരു റോളും ഇല്ല അല്ലേ? ദാറ്റ് റീല് അഹാന വെരി ബാഡ്. അശ്വിൻ ഫാമിലിയെ കൂടി വിളിക്കാമായിരുന്നു. ഇതിന്റെ അകത്തെല്ലാം കമന്റ് ബോക്സിലാണ് ആൾക്കാർ ഇതെല്ലാം തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ട് പറയുന്നത്. ഒന്ന് ഓമിയയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്
അശ്വിനല്ലേ അച്ഛന്റെ വീട്ടുകാർ കാണുമെന്ന് അവരുടെ ഫാൻസ് പറയുന്നുണ്ട് ഇത് ദിയ നടത്തുന്നല്ലേ, ഇതിന്റെ അകത്ത് ദിയ എന്തൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്നു, അത് അവര് വേണമെന്നില്ല, ഇനി അവർ നടത്തട്ടെന്നല്ലായിരിക്കും. ഏതായാലും നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് എനിക്കറിയാവുന്ന നമുക്കൊരു കൊച്ചുണ്ടായ അതിന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ എല്ലാരെയും വിളിക്കും. നടത്തുന്നുണ്ടെങ്കിൽ പൈസ ഒന്നുമില്ല, നടത്തില്ല, അത്ര തന്നെ. നടത്തുന്നുണ്ടെങ്കിൽ എല്ലാരെയും വിളിക്കും. അങ്ങനെയാണ്. കാരണം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ 28 കെട്ട് തുടങ്ങി പ്രസവിക്കാൻ പോകുമ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ടു കൂട്ടർക്കും നല്ല ചെലവും എല്ലാം ഉണ്ട്. രണ്ടു കൂട്ടരും അടങ്ങിയാണ് നടത്തുന്നത്. ഇവര് പിന്നെ പ്രത്യേകിച്ച് എന്താണെന്നറിയില്ല. അതുപോലെ അതിനെ ഞാൻ ഒട്ടും ദിയയുടെ കയ്യിൽ അതിന്റെ അകത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവരെ വിളിക്കണം, അതാണ് ശരി. പിന്നെ അഹാന അപ്പച്ചിയെ ഒതുക്കിയതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നാലേ പറയാൻ പറ്റുള്ളൂ. അഹാന ഇനി അപ്പച്ചി ആ സൈഡിൽ നിന്നാലാണ് വീഡിയോയ്ക്ക് നല്ലപോലെ കിട്ടുന്നോ അങ്ങനെ വല്ലതും തോന്നിയിട്ട് പറഞ്ഞാകാം എന്ന് വേണേ ന്യായീകരിക്കാം. പിന്നെ ഇപ്പൊ ജനം എന്തുകൊണ്ട് അഹാനെ അങ്ങനെയല്ല അപ്പച്ചി ഒഴിവാക്കിയതാണ് എന്ന് ജനം പെട്ടെന്ന് കയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഭാഗത്ത് അതിന്റെ ന്യായമുണ്ട്. അതായത് അഹാന പ്രായമുള്ളവരെ ബഹുമാനിക്കെടുക്കുകയൊന്നും ചെയ്യാതെ വെറുതെ വായി തോന്നിയ വൃത്തികേട് വിളിച്ച് പറയുന്നതും ഒഴിവാക്കി എടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു. അന്ന് ആ അമ്മ കരഞ്ഞപ്പം ആ അമ്മ പറയുന്ന ഒരു വാചകം ശ്രദ്ധിച്ചായിരുന്നോ? ഇവരുടെ അമ്മയുടെ അമ്മ സിന്ധുവിന്റെ അമ്മ പറയുന്നത് എന്താണ്, ആ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ പഴവർഗ്ഗങ്ങൾ മേടിച്ച് കൊടുത്തു വിട്ടിട്ട് ഹോം നേഴ്സിനോട് പറയുന്നു വല്യമ്മയ്ക്ക് അമ്മൂമ്മയ്ക്ക് കൊടുത്തേക്കരുന്ന്, എന്നിട്ട് അമ്മൂമ്മ എടുത്തോ എന്ന് വിളിച്ചു ചോദിക്കും. പക്ഷെ അപ്പൂപ്പൻ അമ്മൂമ്മ തിന്നാതെ തിന്നേന്നൊക്കെ. അതുപോലെ ഇവർ ഈ ചുരിദാറും അതും ഇതൊക്കെ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവർ ഈ പൈസയുടെ എന്താ കാര്യം വെച്ച് നല്ലപോലെ ഇരുത്തി പെരുമാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പെരുമാറുന്ന അഹാന, അതായത് ഇച്ചിരി നമ്മുടെ നോട്ടത്തിൽ സമൂഹത്തിന്റെ നോട്ടത്തിൽ ഒരു ക്രൂരതയായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ് അഹാന. പുറമെ അന്ന് വരെ നമുക്ക് മനസ്സിലായത് ദിയാണ് ആൾക്കാരെ വെറുപ്പിക്കുന്നത്. അഹാനെ നമ്മൾ ഇച്ചിരി പക്വമതിയായ ഒരു പെൺകുട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. ഈ അമ്മൂമ്മയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് അഹാന ഇങ്ങനെയാണെന്നുള്ള ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പൊ അഹാനയുടെ ഭാഗത്തുനിന്ന് അപ്പച്ചി അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി, ആ ഫംഗ്ഷൻ സ്ഥലത്തുനിന്ന് അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മലയാളികൾ ആരാണെങ്കിലും പ്രേക്ഷകർ, ഇവരുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും തീരുമാനിക്കുന്ന അഹാന മനഃപൂർവ്വം അപ്പച്ചയെ ഒഴിവാക്കിയതാണ്. ഒരു പക്ഷേ അല്ലായിരിക്കാം, പക്ഷെ അങ്ങനെയും മനസ്സിലാക്കുള്ളൂ. കാരണം ഇവരുടെ കുടുംബത്തിന്റെ ഇപ്പൊ തന്നെ ആദ്യം അവരുടെ അമ്മ വന്ന് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് സിന്ധു കൃഷ്ണ ആർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊന്നും അറിയില്ല. ഒരു സ്ക്രീൻഷോട്ട് പോലെ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട്. അതായത് എന്താണ്, അപ്പൂപ്പൻ മരിക്കുന്നതിന് മുന്നേ അമ്മൂമ്മ അപ്പൂപ്പനെ തല്ലുവായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സ്ക്രീൻഷോട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ചെളിവാരി പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും എന്നുള്ളത് ഇനി കണ്ടേച്ചാൽ മതി, അത്രയും ചെളിവാരി എറിയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഇൻസ്റ്റ വെറുതെ നോക്കിയപ്പോഴേ ഇൻസ്റ്റയിൽ വന്ന ഒരു വീഡിയോയെ, ആന്റി എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്, പക്ഷേ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിങ് ഓർമ്മയുണ്ടോ? അതിലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിന്ന ഒരു വ്യക്തിയുമാണ് ഞാന്. എന്റെ മാനസികാരോഗ്യം ആത്മവിശ്വാസവും നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെ അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഇൻസ്റ്റ ഒരാളെ. അത് പക്ഷെ ഒന്നും പറയാതെ ചുമ്മാ ഇങ്ങനെ വെറുതെ അങ്ങ് ഇട്ടേക്കാണ്. അപ്പൊ ആൾക്കാർ കമന്റ് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്താണെന്നൊന്നും പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട എന്താ കാര്യം എന്നുള്ള രീതി പറയുന്നുണ്ട്. ഇവര് മൂലം എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഇവർ ഉപദ്രവിച്ചവർക്കൊക്കെ സന്തോഷമുള്ള ഒരു കാലമാണിപ്പം. അത് കാരണം പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ അഹാനയൊക്കെ ഒത്തിരി ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാരെ പെൺകുട്ടികളുടെ വോയിസുകൾ ഇനി ഓരോന്നായിട്ട് പൊങ്ങി വരും. ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം. ഇത് ഏതൊരു ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ടെന്ന് പറയല്ലേ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങ് വാനോളം ഉയർന്നു കഴിയുമ്പോൾ താഴോട്ട് വരും എന്ത് സംഭവമാണേലും. ഇവരെയൊക്കെ വളരെയധികം ആരാധനയോടെയൊക്കെ കണ്ടൊന്നും ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ പതുക്കെ ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അവരെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു കാര്യം തീർത്തു പറയാം, വളരെയധികം ഫാൻസ് ഉള്ള ആൾക്കാരാണ്. എല്ലാ നെഗറ്റീവ് കമന്റുകളെയും തെറിപ്പിച്ചുകൊണ്ട് അതിനെ മൂടി വെക്കുന്ന രീതിയിൽ ഫാൻസുകാർക്ക് കമന്റ് ഇടാൻ അറിയാം. അവർ വന്ന് അതിനെല്ലാം അതിജീവിച്ച് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. അല്ലാതെ എല്ലാവരും ശത്രുക്കളെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെ ആരാധകർക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അവർ വന്ന് ഏത് നെഗറ്റീവ് സംസാരിച്ചാലും അതിനെല്ലാം അവര് അടിച്ചമർത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നല്ല എങ്ങനെ വാദിക്കാൻ പറ്റാത്ത രീതിയിൽ കമന്റ് ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.